നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ ഏതാണ്ട് 70% ആളുകളും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി തട്ടുടുത്ത് മുണ്ടുമാടിക്കുത്തി നിൽക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ സുധാകരൻ, MK രാഘവൻ, അടൂർ പ്രകാശ്, ശശി തരൂർ തുടങ്ങി നിരവധി എംപിമാരാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് പറഞ്ഞ് തലക്കിടിച്ച് നിൽക്കുന്നത്. സാക്ഷാൽ കൊടിക്കുന്നിൽ സുരേഷ് പോലും, കേന്ദ്രമന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് പോലും മത്സരിച്ച് ജയിച്ച് സംസ്ഥാനത്ത് മന്ത്രിയാകാൻ വ്യഗ്രത പൂണ്ട് നിൽക്കുകയാണ്. എന്നാൽ എംപിമാരാരും മത്സരിക്കേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നുവെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എംപിമാർ മത്സരിച്ച് ജയിക്കുന്ന അവസ്ഥയുണ്ടായാൽ 6-7 ലോക്സഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ആ സീറ്റുകൾ വീണ്ടും കോൺഗ്രസിന് പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ എംപിമാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന നിലപാട്. ഇത് വലിയ തോതിലുള്ള അസ്വാസ്ഥ്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരൊക്കെ എംപിമാർ മത്സരിക്കേണ്ട എന്ന നിലപാടിലാണ് നിലനിൽക്കുന്നത്. അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ മത്സരിച്ചാൽ കോന്നി സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അടൂർ പ്രകാശിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമ്പോൾ കൊടിക്കുന്നിലിനും MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും ശശി തരൂരിനുമൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് സീറ്റ് കൊടുത്താൽ അത് മറ്റു കൊടുക്കുന്നതിനുള്ള കാരണമാകുമെന്ന് ഭയന്ന് ഒരു എംപിയും മത്സരിക്കേണ്ട എന്നുള്ള നിലപാട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ ചില ഉന്നത നേതാക്കൾ എടുത്തു. ഹൈക്കമാൻഡിനും ഇതേ അഭിപ്രായമാണ്. കാരണം ലോക്സഭയിലേക്ക് ബൈ ഇലക്ഷൻ വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനുള്ള സീറ്റുകൾ അവിടെ ലോക്സഭയിൽ കുറയുന്നതിൽ യാതൊരു താല്പര്യവും കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ല, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കില്ല. 100ഓളം സീറ്റുകൾ ഇപ്പോൾ കോൺഗ്രസിന് ലോക്സഭയിലുണ്ട്. അത് ഇല്ലാതാക്കി കുറച്ചു കൊണ്ടുവരുന്നത് ഒരിക്കലും അഭികാമ്യമായിരിക്കില്ലെന്നും നരേന്ദ്രമോദിയും BJPയുമായുള്ള വിലപേശലിനും ഏറ്റുമുട്ടലിനും അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നത്. അതുകൊണ്ട് തൽക്കാലം വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ എംപിമാരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു എംപിക്ക് മത്സരിക്കാൻ അവസരം കൊടുത്താൽ അടുത്ത എംപിയും അത് ആവശ്യപ്പെടും. അപ്പോൾ ഡീൻ കുര്യാക്കോസിനെ പോലുള്ളവരും അല്ലെങ്കിൽ മറ്റു പലരും VK ശ്രീകണ്ഠനെ പോലുള്ളവരും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കണം എന്ന് ആഗ്രഹിക്കും. ഇവരെല്ലാം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ലെന്നും മറിച്ച് മന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഹൈക്കമാൻഡിന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ MP പോലും മത്സരിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശൻ അടക്കമുള്ളവരും ഹൈക്കമാൻഡിൻ്റെ ഈ നിലപാടിന് അനുകൂലമാണ്. ഡീൻ കുര്യാക്കോസിനെ പോലുള്ളവർ പീരുമേട് പോലുള്ള അസംബ്ലി മണ്ഡലങ്ങൾ നോക്കി വച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമയിലും കെ സുധാകരൻ കണ്ണൂരുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ വരെ തുടങ്ങിയെന്നാണ് കോൺഗ്രസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചുട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല എംപിമാർ മത്സരിക്കാൻ. എംപിമാർ മത്സരിച്ച് കോൺഗ്രസിൻ്റെ സാധ്യതകളെ അവതാളത്തിലാക്കേണ്ടെന്നും ഇനി 7 എംപിമാർ മത്സരിച്ച് 7 പേർ ജയിച്ചാലും അത് പിന്നീട് വലിയ തലവേദനയായി മാറുമെന്നും, കാരണം പിന്നീട് 7 ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആ സീറ്റുകൾ നിലനിർത്തിയേ മതിയാവൂ എന്നും, ഇപ്പോൾ കണ്ണൂരൊക്കെ കെ സുധാകരനെ മാറ്റി വേറെ കോൺഗ്രസ്സുകാരനെ കൊണ്ടു നിർത്തിയാൽ അവിടെ വിജയിക്കണമെന്നില്ല. അതുപോലെ ഇടുക്കിയിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങിലുമൊക്കെ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് എംപിമാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം.